ഇടതുപക്ഷത്തിന്റെ കൈ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. രമേശ് ചെന്നിത്തല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അത്ര. ഈ പറയുന്നത് കെ സുധാകരനാണ്. കെ സുധാകരൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഏഷ്യാനെറ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. KPCC പ്രസിഡന്റാണ്. കേരളം ഞെട്ടിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. എന്തൊക്കെ സഹായം അവിടെ എത്തിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കുട്ടികളെ ഇങ്ങ് തരൂ, ഞാൻ വളർത്താം എന്ന് പറഞ്ഞ് അമ്മമാർ ഒന്നിച്ച് രംഗത്തിറങ്ങുന്നു. കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു അമ്മമാർ. ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തകരെയും സഹായിക്കാൻ കൈ മെയ് മറന്ന് പ്രവർത്തിക്കുകയാണ് കേരളം. 340 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇനിയും കണ്ടെടുക്കാനുണ്ട്. 200ഓളം പേരെ കാണാതായി. അതൊന്നും ആയിരിക്കില്ല സംഖ്യ എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ന് വെച്ചാൽ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്ത മുഖത്ത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട നമ്മളൊക്കെ, ഒന്നായി നിൽക്കേണ്ട നമ്മളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഇങ്ങനെയൊരു വാചകം, ഇങ്ങനെയൊരു വാക്ക് KPCC പ്രസിഡന്റിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. കാരണം അത് കേട്ടുകൊണ്ടേയിരിക്കണം എന്നതുകൊണ്ട് തന്നെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യമായി രംഗത്ത്. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിൻ്റെതായ ഫോറമുണ്ട്. രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ല എന്നും കെ സുധാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു മാസത്തെ ശമ്പളം നൽകുന്നു ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പാർട്ടി ആലോചിക്കുന്നുണ്ടോ? പൊതുവിൽ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിൻ്റെതായ ഫോറം ഉണ്ട്. ഇപ്പൊ എല്ലാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ത്രൂ ചെയ്താൽ മതിയല്ലോ. ഇടതുപക്ഷത്തിന്റെ കൈ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. രമേശ് ചെന്നിത്തല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അത്ര. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതിനിധി ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് കെ സുധാകരൻ പറയുന്ന മറുപടി, അത് മുഴുവനാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ചോദ്യവും കേട്ടു, ഉത്തരവും കേട്ടു. ഏഷ്യാനെറ്റ് നൽകിയ പ്രത്യേക അഭിമുഖമാണ്. ആ അഭിമുഖത്തിലാണ് കെ സുധാകരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇതിന് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കും, ഇത് തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സമയത്ത് അതിലെങ്ങനെയാണ് രാഷ്ട്രീയം കാണുക? പ്രിയ സുധാകര, നൽകുന്ന പണം ഇടതുപക്ഷത്തിൻ്റെ ഫണ്ടിലേക്കല്ല, ഇടതുപക്ഷത്തിന് നൽകുന്ന പണമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകുന്ന പണമല്ല, CPIM-ന് നൽകുന്ന പണമല്ല, സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഓഡിറ്റിംഗ് നടക്കുന്ന ഫണ്ടാണ്. അതിൽ എത്ര പൈസ ആർക്ക് എപ്പോൾ എങ്ങനെ നൽകി എന്ന് വെബ്സൈറ്റിൽ കയറിയാൽ ആർക്കും കാണാൻ കഴിയും. അത്രയ്ക്ക് സുതാര്യമാണ്. എല്ലാ വർഷവും CAG-യുടെ ഓഡിറ്റിംഗ് ഉള്ള ഫണ്ടാണ്. അതിൽ നിന്ന് ഒരു നയാ പൈസ ഏതെങ്കിലും രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ചെലവഴിച്ചാൽ അത് പിടിക്കപ്പെടും, അത് വലിയ വാർത്തയായി മാറും എന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ ആടിനെ വിറ്റും ചായ വിറ്റും സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ചുമൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന പണം, സ്വന്തം കമ്മലൂരി അത് വിറ്റ് നൽകുന്ന പണം, കളിപ്പാട്ടം വാങ്ങാൻ വെച്ച പണം, കുട്ടികൾ നൽകുന്നതും പോലും കേരളത്തിൽ വാർത്തയായി വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വരുന്നുണ്ട്. ആ പണമൊക്കെ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. രമേശ് ചെന്നിത്തല തുക നൽകിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല നൽകിയതിനെ കുറിച്ചാണ് ഇപ്പോൾ കെ സുധാകരൻ വേവലാതി പറഞ്ഞത്. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ തന്നെ MLA-മാർ നൽകിയിട്ടുണ്ട്. മുൻ മന്ത്രിമാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുകയും മുഖ്യമന്ത്രിയോടൊപ്പം, കേരളത്തോടൊപ്പം, സർക്കാരിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷത്തിന് എന്തിനാണ് പണം നൽകുന്നത് എന്ന് ചോദിക്കുന്നത് കെ സുധാകരൻ. മിനിമം ഒരു ധാരണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഇല്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത്. അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം MP ആണ്, നേരത്തെ MLA ആയിരുന്നു. എന്തിനേറെ പറയുന്നു, അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രി കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഫണ്ട് എങ്ങനെയാണ് ചെലവഴിക്കുക എന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പൊതുവികാരത്തിന് എതിരായി നിൽക്കുക എന്നതാണ്
കെ സുധാകരൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധമുയർന്നു വരും എന്ന കാര്യം സംശയമേ വേണ്ട. കെ സുധാകരൻ അത് തിരുത്തുമായിരിക്കും. അതല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന വിശദീകരണവുമായി വരുമായിരിക്കും. എന്നിരുന്നാലും എന്താണ് കെ സുധാകരനെന്നും എവിടെയാണ് കെ സുധാകരന്റെ മനസ്സുള്ളത് എന്നും വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.